ഡിയർ ഫ്രണ്ട്സ്, ഈ പ്രപഞ്ചത്തിൽ ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്ത രണ്ട് മഹാശക്തികളാണ് ലോ ഓഫ് അട്രാക്ഷനും ലോ ഓഫ് ഗ്രാവിറ്റിയും. ഇത് രണ്ടും ഭൂമിയിൽ എന്തൊക്കെ സംഭവിച്ചാലും നടന്നുകൊണ്ടിരിക്കും. കൈവിട്ടുപോയ വസ്തു താഴേക്ക് പതിക്കുക തന്നെ ചെയ്യും. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് മറ്റേ കൈകൊണ്ട് പിടിക്കാം എന്ന് മാത്രം. ഇത് ലോ ഓഫ് ഗ്രാവിറ്റി. നമ്മുടെ ചിന്തകൾ മൂലം രൂപപ്പെടുന്ന ആവേഗങ്ങൾ വഴി നമ്മളിലേക്ക് എത്തിക്കപ്പെടുന്ന ഓരോ കാര്യങ്ങളും നല്ലതോ ചീത്തയൊന്നും നോക്കാതെ നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. ഇത് ലോ ഓഫ് അട്രാക്ഷനാണ്. ഇത് രണ്ടും നടക്കുന്നത് യൂണിവേഴ്സൽ എനർജി കൊണ്ടാണ്. അതായത് നമ്മുടെ യൂണിവേഴ്സിന്റെ കാന്തിക ശക്തി കൊണ്ടാണ് ഇത് രണ്ടും നടക്കുന്നത്. ഇതാണ് പ്രപഞ്ചത്തിന്റെ മഹാശക്തി. ആരൊക്കെ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും എല്ലാവരിലും ഇതൊരുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെ മനസ്സിലാക്കി അനുകൂലമായി ജീവിക്കുന്ന ആളുകൾക്ക് അനുകൂലമായും അല്ലാത്തവർക്ക് അതനുസരിച്ചും കൃത്യമായി ലഭിക്കും. ലോ ഓഫ് ഗ്രാവിറ്റി പോലെ. ലോ ഓഫ് ഗ്രാവിറ്റി സഡനായി കണ്ണിൽ കാണാം. ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് ജീവിതത്തിൽ എന്നെങ്കിലും കൃത്യമായി അനുഭവിക്കാൻ കഴിയും. പക്ഷെ അപ്പോഴേക്കും നാം ഇക്കാര്യം ഞാൻ നേരത്തെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മറന്നും കാണും. ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കി അതിന്റെ തരംഗദൈർഘ്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ യൂണിവേഴ്സൽ എനർജിക്ക് അനുകൂലമായി ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ ആയിരിക്കുന്നവർക്കെല്ലാം ഒരേ ഒരു യൂണിവേഴ്സൽ എനർജിയാണ്. പോസിറ്റീവ് തിങ്കിങ് ആണ് ഇതിന് ഏറ്റവും നല്ല മാർഗം. ഒരു ശരീരവും ഒരുപാട് അവയവങ്ങളും പോലെ. കൈ കൈയുടെ പണിയും കാൽ കാലിന്റെ പണിയും ചെയ്യും. അങ്ങനെ ഓരോന്നും അതിൻ്റെതായ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. എങ്കിലും രണ്ടും എന്റേതാണ്. എന്റെ കൈ മുറിഞ്ഞാൽ എനിക്ക് വേദനിക്കും, എന്റെ കാല് മുറിഞ്ഞാലും എനിക്ക് വേദനിക്കും. യൂണിവേഴ്സൽ എനർജിയിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്നും യൂണിവേഴ്സിന് അനുകൂലമായിരിക്കണം. മനഃപൂർവ്വം അറിഞ്ഞോ അറിയാതെയോ നാം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നിർബന്ധമായും നമ്മൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നാം പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും ആരെയും വിമർശിക്കാതെയും വിഷമിപ്പിക്കാതെയും യൂണിവേഴ്സിന് അനുകൂലമായി ജീവിക്കുക. ഇതൊരു ചെറിയ കാര്യമല്ല. ഈ വിശ്വത്തിന്റെ തന്നെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ്. ഇതിന്റെ ശക്തി നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നാം എന്താണ് ചെയ്യുന്നതെന്ന് അറിവോടെയാകണം. പ്രപഞ്ചം ആർക്കും ഒന്നും വെറുതെ കൊടുക്കുന്നില്ല. നമ്മളുടെ ചിന്തകളാണ് ഓരോ അനുഭവങ്ങളായി നമ്മളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് പോസിറ്റീവായി എപ്പോഴും ചിന്തിക്കുക. താങ്ക് യു.